ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറഞ്ഞാൽ കുറച്ച് മുരിങ്ങക്കായൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വേലയാണ് കേട്ടോ, അപ്പോൾ ബുധനാഴ്ചയാണ് കേട്ടോ വേല. അപ്പോൾ ആ വേലയ്ക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ തലേദിവസം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആകുന്നത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ ദിവസം നമുക്ക് കുറച്ച് ഫ്രീ ആകാൻ പറ്റും. അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ വരുമ്പോൾ നമ്മുടെ പാഞ്ചും റൗലിക്കുട്ടിയും കൂടെ കിടക്കണം കേട്ടോ. പാഞ്ചു അല്ല, റൗലിക്കുട്ടി പാല് കുടിക്കാനായിട്ടാ. അപ്പോൾ ഞാനൊന്നിങ്ങനെ തൊട്ട് നോക്കിയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ പൂമയും പൈക്കോയും കൂടെ തെങ്ങിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ മേലെയൊക്കെ കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങാനും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ വെക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വീഡിയോ വരുന്നതോടൊപ്പം ഉച്ചയ്ക്ക് 2 മണിക്ക് സാമ്പാർ വെക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കാണിക്കാണ്ടിരുന്നത് വേറൊന്നുമല്ല, കുറേ പ്രാവശ്യം നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നവർക്കൊരു ബോറടിക്കേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ അത് ഷോർട്ട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ 2 മണിക്ക് കണ്ടു നോക്കിക്കോളാം. അങ്ങനെ ഉപ്പേരിയെല്ലാം കടുക് വറുക്കുമ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ എല്ലാവരും കൂടെ ഉള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഇവരെ 3 കാണാനില്ല പറഞ്ഞിട്ട് കുട്ടികൾ കുറേ തിരഞ്ഞു കേട്ടോ. ഇവർ അപ്പുറത്ത് തൊടിയിലേക്ക് പോയി തോന്നുന്നു. പിന്നെ അതിനുശേഷം തന്നെ തിരിച്ച് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ അവർ ഉള്ളിലേക്ക് കയറി വന്നാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നോക്കാൻ പോയതായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ ഒരു തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കളറിൽ തണ്ണിമത്തം വാങ്ങുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഉള്ളൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്ന തണ്ണിമത്തൻ്റെ ഉള്ള പോലെ നല്ല കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെയൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനെ ഒന്ന് ചെറിയ പീസാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. എന്താ പറഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അശ്വിനും അക്ഷയും ഒക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരേ സൗണ്ടാണ്. ഉച്ചവരെ നമുക്ക് ഇതിൻ്റെ ഓരോ തിരക്കായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ തണ്ണിമത്തൻ ഒന്നുകൂടെയൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കടകോലും കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉടച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ കഴിക്കുക. പിന്നെ പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ തണ്ണിമത്തന് നല്ല മധുരമുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊന്നും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്താണ് കേട്ടോ. ധൃതിയിൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചപ്പോൾ അത് കുറച്ച് ഓവറായി പോയിട്ട് നമ്മുടെ ഇഡ്ഡലി ഒന്ന് വെള്ളത്തിലായി പോയിട്ടോ. എന്താ പറയുക, അവസാനത്തെ തട്ടിൽ അതാണ് ഞാനൊന്ന് കാണിച്ച് തന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പാർ അധികം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ അവിടെ ഗാനമേള അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അതുപോലെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഇഡ്ഡലിയോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ സാമ്പാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ കറി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈകുന്നേരത്തിനായാലും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പാർ കുറച്ച് വെച്ചത് അതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരക്കുള്ള ദിവസം കുറച്ച് ഒന്ന് ഫ്രീ ആകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് സാമ്പാർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ 2 പേർക്കും ഇഡ്ഡലിയൊക്കെ ഞാനൊന്ന് എടുത്തു കൊടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന സാമ്പാർ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് തെക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നേക്കും നാളെ രാവിലേക്കും സാമ്പാർ പാകമാകും കേട്ടോ. അതിന് ശേഷം പിന്നെ കുട്ടികളൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അശ്വിൻ പറയാ നമ്മുടെ എന്താ പറയുക, തണ്ണിമത്തൻ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാനാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ പാഞ്ചും കുട്ടികളൊക്കെ ഇഡ്ഡലി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അക്ഷയ സ്കൂളിലേക്ക് പോകണം. ഇന്നൂടെ എക്സാം ഉണ്ട് 2 ആൾക്കും. ഇന്നത്തോടെ സ്കൂൾ അടയ്ക്കും കേട്ടോ. പിന്നെ പാഞ്ചുവിനെയൊക്കെ ഒന്ന് എടുത്ത്
കൊഞ്ചിക്കുകയാണ് കേട്ടോ. നമ്മുടെ അശ്വിനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ അവൻ്റെ മാഷിന് അവനൊരു പ്രസൻറ്റ് കൊടുക്കണം പറഞ്ഞു കേട്ടോ. അതുകൂടെ വരുന്ന സമയത്ത് വാങ്ങണം പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ എടുത്തൊന്ന് കൊഞ്ചിക്കുകയാണ് കേട്ടോ, രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അശ്വിനും അക്ഷയും കൂടെ പോവുകയാണ്. അശ്വിൻ ഇപ്പോൾ വരും കേട്ടോ, പ്രസൻറ്റ് വാങ്ങിയിട്ട് ഇപ്പോൾ വരും, വന്നിട്ടേ സ്കൂളിലേക്ക് പോവുള്ളൂ. അക്ഷയ നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരും കേട്ടോ. ഈ സമയം നമ്മുടെ പാഞ്ചു കുട്ടികളിങ്ങനെ കടിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൂടൊക്കെ കാണുമ്പോൾ തിരിച്ച് അവൾ കടിക്കും കേട്ടോ. പിന്നെ അതാ വേറൊരു പൂച്ചക്കുട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ അക്ഷയും അശ്വിനും കൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർക്ക് ഇന്നത്തോട് കൂടിയിട്ട് സ്കൂൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ 2 മാസം വെക്കേഷനാണ്. അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് വേഗം തന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. വലിയ വാഷ് ബേസിനാകുമ്പോൾ എളുപ്പത്തിൽ ഒരുപാട് പാത്രങ്ങളിട്ട് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഇതിലങ്ങനെ പറ്റാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ അവരിപ്പോൾ എപ്പോൾ വരും എന്നറിയില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇതിൽ കഴുകിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിൻ വന്നു കേട്ടോ. പക്ഷെ അവൻ എന്താ പ്രസൻറ്റ് വാങ്ങിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഒരു പെന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്ന. പെന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കവറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതെന്താണ് കളർ എന്താണെന്നൊന്നും ഞാനും കണ്ടില്ല കേട്ടോ. അവിടുന്ന് ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവനൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അത് കാണിച്ചു തരാൻ മറന്നു എന്ന്. അങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ മറന്നു എന്ന് കേട്ടോ. അങ്ങനെ അശ്വിൻ ടാറ്റയൊക്കെ കാട്ടി പോയതിനോടൊപ്പം നമ്മുടെ പാഞ്ചും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്ന് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് സൈഡൊക്കെ തുടച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ വയ്യാണ്ട് കിടന്ന ശേഷം അവിടെ ഒന്നൊന്ന് തുടയ്ക്കാനോ എടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആകപ്പാടെ കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വയ്യാത്ത കാരണം നമുക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടി ഒന്നും നടന്നില്ല കേട്ടോ. അതായത് നമ്മൾ അടുക്കളയൊക്കെ കൗണ്ടർ ടോപ്പ് താഴെ ഷെൽഫുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് എപ്പോഴും ഈ വേല വരുന്ന സമയത്ത് കേട്ടോ. അതൊന്നും ഇപ്രാവശ്യം എനിക്ക് ചെയ്യാനേ ആയില്ല കേട്ടോ. ഒന്നാമത്തത് ആകെ വയ്യാണ്ടായി, പിന്നെ പൊടിയുടെ അലർജി, അതെല്ലാം കൂടെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇപ്രാവശ്യം. പിന്നെ കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വേഗം തന്നെ താഴേക്ക് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഏട്ടനും കൂടെ പോയ ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ നല്ല ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടുന്ന ദിവസം തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഗരം മസാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഗരം മസാല തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല പച്ച കളറുള്ള നമ്മുടെ പെരിഞ്ജീരകം ഒരു 100 ഗ്രാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു അളവിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കുറച്ച് നേരം ചെറിയ തീയിൽ ചൂടാക്കുമ്പോൾ നല്ല മണവും വരും, ചെറിയൊരു കളർ ചേഞ്ചും വരുന്ന സമയത്ത് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു സ്പൂണ് നമ്മുടെ ഏലക്ക കേട്ടോ. ഇത് നന്നായി തന്നെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു മണവും വരും, ഒരു കളർ ചേഞ്ച് ആകും കേട്ടോ. അപ്പോൾ നമുക്ക് അതും മാറ്റിയെടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാമ്പൂ കേട്ടോ, അതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ കളർ ചേഞ്ചും മണവും വരുമ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അതും അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല മണം വരും കേട്ടോ ഇതൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത് നല്ലത്, എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ ഇത്ര മാത്രം പട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പട്ടയ്ക്ക് അധികം ചേർക്കണ്ട, ഞാൻ ഇത്രേ ചേർക്കാറുള്ളൂ. അതുകൂടെ ചേർത്ത് അതും ഒന്ന് വറുത്തിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഡ്രൈ ആയിട്ടാണ് കേട്ടോ നമ്മൾ വറക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ജാതിക്കയുടെ കായ ഒന്ന് എടുത്തിട്ടുണ്ട്, അതൊന്ന് കുത്തിപ്പൊടിച്ച് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പൂവ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ഒരു ചെറിയൊരു കഷ്ണം പൂവ് കേട്ടോ. ഇത് അധികം ആകണ്ട കേട്ടോ, ഇത്ര മാത്രം ചേർത്താൽ മതി. ആ പൂവ് കൂടെ ചേർത്ത് അത് നന്നായി തന്നെ വറുത്തിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ ഗരം മസാലയിൽ എപ്പോഴും ചേർത്ത് കൊടുക്കാറുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നമ്മളിതൊക്കെ വറുക്കുമ്പോൾ തന്നെ അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊടിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരു വെള്ളം ചൂടോടുകൂടി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനായി തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് ആറാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ പൊടിച്ചെടുത്തിട്ട്
ഒന്ന് ആറാൻ വെച്ചിട്ട് ഒന്ന് ആറിയതിന് ശേഷം മാത്രം നമുക്കത് ബോട്ടിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് പേപ്പറിലാക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണ്ട കേട്ടോ. നല്ല മണമാണ് കേട്ടോ. നമ്മുടെ ഗരം മസാലയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി തന്നെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. ഇത്ര അളവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് നമ്മൾ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പിറ്റേ ദിവസം നമുക്ക് വേഗം എടുത്ത് ഉപയോഗിക്കല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ഇപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളത് രാത്രിയാണ് കേട്ടോ. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറക്റ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ നമ്മുടെ ഗരം മസാല ആറിയത് നമ്മൾ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറേ നാളത്തേക്ക് നമുക്ക് ഗരം മസാലയ്ക്ക് പ്രശ്നമില്ല. കുറേശ്ശെ അളവിൽ പൊടിച്ചാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഈ ഒരു അളവിൽ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമ്പോൾ നല്ല സ്മെല്ലോടുകൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം തനിച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തൊരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിനയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നന്നാക്കി എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ പുതിനയില്ല, ഇനി വാങ്ങിയിട്ട് വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ വലിയ ഉള്ളി നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങ കട്ട് ചെയ്തിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത മാങ്ങയിൽ ഒരു മാങ്ങ പഴുത്ത് പോയിട്ടോ, അതാണ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ വലിയ ഉള്ളിയൊക്കെ നന്നായി തന്നെ തോലെല്ലാം കളഞ്ഞിട്ട് കവറിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ. കഴുകൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ തലഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വാല് ഭാഗം മുറിച്ചെടുക്കണ്ട. അത് നമ്മൾ അരിയുന്ന സമയത്ത് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, അതുപോലെ കായപ്പൊടി, ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താ വൈകുന്നേരം ചെയ്യാണ്ടിരുന്നത് പറഞ്ഞാൽ രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ സമയം ഒരുപാട് വൈകും. ഇനി ആ സമയത്ത് വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ സമയം ഒരുപാടാവില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വെക്കാനും അതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ, അതുപോലെ നമ്മൾ കുക്ക് ചെയ്തത് മാറ്റി വെക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേല, പൂരം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, എന്ത് വിശേഷമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ തിരക്കായിരിക്കില്ലേ 2-3 ദിവസം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചാൽ കുറച്ച് പണി നമുക്ക് ശരിയാകുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ അക്ഷയ വന്നു കേട്ടോ. പരീക്ഷ കഴിഞ്ഞിട്ട് അക്ഷയയ്ക്ക് എക്സാം ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേലയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബുധനാഴ്ചയാണ് കേട്ടോ നമ്മുടെ അടുത്ത വേല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വരുമ്പോൾ നമ്മുടെ വേല കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വീഡിയോ വരിക മിക്കവാറും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേലയ്ക്ക് തലേ ദിവസമുള്ള ഒരുക്കങ്ങളും വിശേഷങ്ങളും കേട്ടോ. അപ്പോൾ നമ്മുടെ വേലയുടെ ഒരുക്കങ്ങളും വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.